വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിന്റെ ശിക്ഷാവിധി സുപ്രീം കോടതി മരവിപ്പിച്ചിരിക്കുന്നു. കിരൺകുമാറിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഈ സാഹചര്യം പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. സജു തോമസ് വിവരങ്ങളുമായി ചേരുന്നു. സജു, എന്താണ് സംഭവം? ആത്മഹത്യ കേസുമായി ബന്ധപ്പെട്ട് പ്രതി കിരൺകുമാറിന്റെ ശിക്ഷാവിധിയാണ് അല്പസമയം മുൻപ് സുപ്രീം കോടതി മരവിപ്പിച്ചത്. കിരൺകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അതായത് ശിക്ഷാവിധി റദ്ദാക്കണമെന്ന അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ ശിക്ഷാവിധി നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യം പരിഗണിച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കിരൺകുമാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു നിർണായകമായിട്ടുള്ള ഈ കേസിന്റെ നീക്കത്തിൽ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഏറെ വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് ഈ വിസ്മയുടെ ആത്മഹത്യാ കേസ്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പോലും ഈ വിഷയത്തിൽ വലിയ ഇടപെടൽ നടത്തിയിരുന്നു. പക്ഷെ അതിനിടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രതി കിരൺകുമാർ ശിക്ഷാവിധി സുപ്രീം കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇത് ഈ അപ്പീൽ കോടതിയിലാണ് ഈ കേസ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഈ കേസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ള വിധി പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിക്കുക എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സജു ഈ ശിക്ഷാവിധി മരവിപ്പിച്ചത്? അജംസ്, അതായത് താൻ ഈ വിഷയവുമായി, അതായത് ആത്മഹത്യാ പ്രേരണാ കുറ്റവുമായി ബന്ധപ്പെട്ട് പ്രതി കിരൺകുമാറിനെതിരെ വലിയ ആരോപണങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ അതിൽ ശിക്ഷാവിധി ഉടൻ നടപ്പാക്കുന്നതിൽ നിന്നും ഇപ്പോൾ അതായത് അതുമായി മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. പരിഗണനയിലുള്ള കേസായതുകൊണ്ട് തന്നെ ഒരാൾക്ക് ജാമ്യം എന്നുള്ളത് നേരത്തെ പല കേസുകളിലും ജാമ്യം എന്നുള്ളത് ഒരാളുടെ അവകാശമാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, സമാനമായിട്ടുള്ള പല കേസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സുപ്രീം കോടതി ഭാഗത്ത് നിന്ന്. അത് പ്രതിയായി ആയിക്കോട്ടെ, ജാമ്യം എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് പരിഗണിക്കാതിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിപ്പോൾ അപ്പീൽ കോടതിയിലാണ് ഈ കേസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അപ്പീൽ കോടതിയിൽ തന്നെ തുടരാമെന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. വിസ്മയുടെ ആത്മഹത്യാ കേസിൽ പ്രതി കിരൺകുമാറിന്റെ ശിക്ഷാവിധി സുപ്രീം കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. കിരൺകുമാറിന് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. സജു തോമസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സജു, ഈ കാര്യത്തിൽ ഹൈക്കോടതിയിൽ എന്താണ് നടക്കുന്നത്? കിരൺകുമാറിനെതിരെയുള്ള വാദങ്ങളൊക്കെയും പൂർത്തിയായ സാഹചര്യത്തിലാണ് ഈ കേസ്, അതായത് ശിക്ഷാവിധി നടപ്പാക്കുന്നതിന് തൊട്ട് മുൻപാണ് സുപ്രീം കോടതിയിലേക്ക് പ്രതി ഹർജി നൽകിയത്. അതിന്മേലാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി പറയുന്നത്. അതായത് ഹൈക്കോടതി വിധി ഇപ്പോൾ നിർത്തിവെക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര നീക്കമാണ് പ്രതിയുടെ ഭാഗത്തുനിന്നും. ഹൈക്കോടതിയിൽ അപ്പീൽ പോയത് കിരൺകുമാർ തന്നെയാണോ? അവിടെ അപ്പീൽ നിലനിൽക്കെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോകാൻ കഴിഞ്ഞത്? അജംസ്, ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അതായത് ഹൈക്കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ പ്രതി ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് ഒരു നിർദ്ദേശം, അതായത് ഒരു അപ്പീൽ നൽകിയിരുന്നു. ഈ കേസ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അപ്പീൽ നൽകിയിരുന്നു. അതിന്മേലാണ് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത്. അതായത് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസ് ആയതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കടമ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ കേസ് തുടരേണ്ടതായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും ജാമ്യം അനുവദിക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങളിൽ നിന്നുള്ള വിശദാംശങ്ങൾ അത് ഹൈക്കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ജാമ്യം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചതെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വിസ്മയ കേസിൽ നിർണായകമായ ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരുന്നു. പ്രതി കിരൺകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അതുപോലെ ശിക്ഷാവിധി മരവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കിരൺകുമാറിന്റെ അപ്പീൽ ഹൈക്കോടതിയിൽ ഇരിക്കുകയാണ് സുപ്രീം കോടതിയുടെ നടപടി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരം. ഈ ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്.